ചായക്കട വെള്ളമോ ജ്യൂസോ എന്ത് തുടങ്ങിയാലും ഇവിടെ ഭഗവാന്റെ അടുത്തേക്ക് വിദേശത്തുനിന്നൊക്കെ ആൾക്കാർ വരാനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്ന് ഞങ്ങൾക്ക് സന്തോഷമല്ല മൈനേ. മല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ കേന്ദ്രം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമായി മാറിയാൽ ഒരേ സമയം നൂറുകണക്കിന് വരുന്ന സഞ്ചാരികൾക്ക് കാണാം. ശരിക്കും അധ്വാനിക്കാതെ കയറാൻ പറ്റില്ല. നമസ്കാരം, ഞാൻ രാഹുൽ വാണിയമ്പാറ. പ്രിയ സുഹൃത്തുക്കളെ, വാവുമലയിലാണ്, വടക്കഞ്ചേരിയുടെ സമീപത്ത്. ഇവിടെ ചൂട്ടുപാടം എന്നൊരു സ്ഥലമുണ്ട്. പന്നിങ്കര, ഏറ്റവും എളുപ്പം പറയാം, പന്നിങ്കര ടോൾ പ്ലാസയ്ക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പ്. അവിടെ നിന്ന് ഇടതുവശത്തേക്ക് വന്നാൽ ഏകദേശം ഒരു 2-2.5 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ വാവുമല എന്നൊരു പുരാതനമായ കാലം മുതലേ ഇവിടെ പൂജയൊക്കെ നടന്നു വരുന്ന ഒരു സ്ഥലമുണ്ട്. ഈ അടുത്ത കാലത്താണ് ഒരുപാട് കൃത്യമായിട്ട് മാസത്തിൽ 2 ദിവസം പ്രദോഷ ദിവസങ്ങളിൽ ഇവിടെ പൂജ നടന്ന് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം വാവുമല എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു പ്രദേശം ടൂറിസ്റ്റ് മേഖലയാവാൻ പോവുകയാണ്. അതായത് DTPCക്ക്, ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഒരു ഭൂമി കൈമാറിയിരിക്കുകയാണ്. റവന്യൂ രേഖകളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. അതിന് ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചത് തരൂർ MLA ആണ്, PP സുമോദ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇവിടെ ഒരുപാട് വികസനങ്ങളൊക്കെ വരുന്നതിന് വേണ്ട നടപടിയെടുത്തത്. ഏകദേശം 1.5 കോടിയോളം രൂപയാണ് ഇതിനു വേണ്ടി ഒഴിക്കാൻ പോണത്. നമുക്ക് PP സുമോദ് MLA ചോദിച്ചറിയാം. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ ഉണ്ട്, എങ്ങനെയാണ് ഇതിനെ കാണുന്നതെന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോൾ തരൂർ MLAക്കൊപ്പമാണ്. PP സുമോദ് എല്ലാവർക്കും പ്രിയങ്കരനാണ്. നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് വലിയൊരു അനുമതി ലഭിച്ചിരിക്കുകയാണ്. വടക്കഞ്ചേരി പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന, അതേപോലെ കണ്ണമ്പ്ര വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെ ഇടയിൽ വരുന്നൊരു വലിയൊരു പ്രദേശം വാവുമലയ്ക്ക് വലിയൊരു അനുമതി ലഭിച്ചിരിക്കുകയാണ്. ഒരുപാട് കാലങ്ങളായി അവിടേക്ക് നടക്കാൻ പോലും നടന്നു പോകുന്ന ഒരു വഴി മാത്രമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതൊരു ടൂറിസം ആയിട്ട് വികസിക്കുന്നതിന് എല്ലാവിധ സാധ്യതകളും തെളിഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, ഒരു 1.5 കോടിയോളം രൂപയ്ക്കുള്ള ഒരു അനുമതി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിശദാംശങ്ങൾ, കാരണം ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ വളരെയധികം സന്തോഷത്തിലാണ്. നമസ്കാരം സുമതേട്ടാ. യെസ്, നമ്മുടെ ഒരു വടക്കഞ്ചേരി വേറൊരു തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അതുമാത്രമല്ല, സമീപത്തുള്ള പഞ്ചായത്തുകൾക്കടക്കം ഗുണമാകുന്ന തരത്തിലുള്ള ഒരു വികസനമാണ്. വാവുമലയെ സംബന്ധിച്ച് അതൊരു ആരാധനാ കേന്ദ്രം കൂടിയാണ്, ശിവപ്രതിഷ്ഠയുള്ളത്. ഏത് തരത്തിലാണ് അവിടെ ഒരു ഡെവലപ്മെൻറ്റ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഗവൺമെൻറ്, 2ാം പിണറായി ഗവൺമെൻറ് ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചുകൾ കണ്ടെത്തി അവിടെ ടൂറിസം കേന്ദ്രങ്ങളാക്കി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പദ്ധതി ആൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം കാരമല ടൂറിസം. അപ്പോൾ അതുപോലെ വാവുമല പ്രകൃതി രമണീയമായ കേന്ദ്രമാണ്. പറഞ്ഞതുപോലെ കണ്ണമ്പ്ര പഞ്ചായത്തിൻ്റെയും വടക്കഞ്ചേരി പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന വാവുമല എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ കേന്ദ്രം ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രമായി മാറിയാൽ ഒരേ സമയം നൂറുകണക്കിന് വരുന്ന സഞ്ചാരികൾക്ക് കാണാം. 2 ശിവക്ഷേത്രം അതേപടി നിലനിർത്തി തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാനും സാധിക്കും. ആ നിലയിൽ ഉള്ള ഒരു പദ്ധതിയുടെ റവന്യൂ ഭൂമി, ആ മല നിൽക്കുന്ന റവന്യൂ ഭൂമി ഈ ടൂറിസം പ്രൊജക്റ്റിന് ആവശ്യമായ റവന്യൂ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് വിട്ടു തന്നിരിക്കുകയാണ്. 1.5 കോടി രൂപയുടെ പദ്ധതി പ്ലസ് 40 ലക്ഷം രൂപയുടെ വഴി. അപ്പോൾ 1,90,00,000 രൂപയുടെ റോഡ് ഇപ്പോൾ വഴി വെട്ടിത്തെളിക്കാൻ ഫോർമേഷൻ നടപടികൾ ആരംഭിച്ചു. ഇനി അതിൻ്റെ മുകളിൽ ഈ സുരക്ഷാ കൈവരി, അതോടൊപ്പം തന്നെ ബൈനോക്കുലർ പോയിൻ്റ്, കുട്ടികൾക്കുള്ള കളിയുപകരണ പാർക്ക്, സിമെൻറ്റ് ബെഞ്ച്, കംഫർട്ട് സ്റ്റേഷൻ, വെളിച്ചം, വെള്ളം, ഇതെല്ലാം വന്നാൽ ഏറ്റവും ഗംഭീരമായൊരു കേന്ദ്രമായി കുടുംബങ്ങൾക്ക് ഒഴിവു സമയം, ഉത്സവങ്ങളിൽ, പ്രധാനപ്പെട്ട വേളകളിലെല്ലാം കുട്ടികൾക്ക്, കുടുംബങ്ങൾക്കെല്ലാം വന്നിരിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമായി മാറും. അതോടൊപ്പം തന്നെ തീർത്ഥാടനത്തിൻ്റെ സാധ്യത വരും. നല്ല വീതിയുള്ള റോഡ് അവിടേക്ക് വരികയാണ്. 12 സമീപവാസികൾ സ്ഥലം വിട്ടുതന്നു. പ്രദേശത്തിന് മുഖച്ഛായ മാറാൻ വേണ്ടി പോകുന്നു. അനുബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ വരും. ഇപ്പോൾ അവിടെ സമീപത്ത് 2 ഭാഗത്തും വേണമെങ്കിൽ ഈ പറയുന്നത് പോലെ വരുന്ന സഞ്ചാരികൾക്ക് ചായ കുടിക്കാൻ ആവശ്യമായ ചായക്കടകൾ, അതോടൊപ്പം ആ സ്ഥലം വിട്ടു നൽകിയവർക്കും അതിനോടനുബന്ധിച്ചുള്ളവർക്കൊക്കെ അത് പ്രയോജനപ്പെടുത്താവുന്ന, അതോടൊപ്പം തന്നെ ഫാൻസി ഷോപ്പുകൾ, അവിടെ ഉപകരണങ്ങൾ വാങ്ങുന്ന ഒരു തീർച്ചയായും, കാരണം കരകൗശല വസ്തുക്കൾക്ക് വാങ്ങുക. ഇങ്ങനെ അനുബന്ധമായി പാർക്കിങ്ങിൻ്റെ സാധ്യത ഉപയോഗിക്കാം. കാറെല്ലാം അടിവാരത്തിൽ പാർക്ക് ചെയ്തിട്ട് വേണം മുകളിലേക്ക് പോകാൻ. എന്തായാലും മുകളിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമില്ലാതെ കയറിപ്പോകാൻ പറ്റുന്ന വഴിയാണ് ഈ പന്നിയങ്കരയിൽ നിന്ന് അങ്ങോട്ടേക്ക്. ദേശീയപാതയോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ സാധ്യത കൂടി ഉപയോഗിക്കാം. പിന്നെ സോഷ്യൽ മീഡിയ യുഗമാണല്ലോ. ഇതിൻ്റെ ഒരു പ്രചരണം വന്നാൽ 100-ൽ ഒരുപക്ഷെ ഭാവിയിൽ 1000-കണക്കിന് ആളുകൾക്ക് അവിടെ വന്നു പോകാൻ വേണ്ടി സാധിക്കും.
എന്തായാലും വാവുമലയിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ഇത് തുടക്കമാണ്, വീണ്ടും പൈസ വരും. അതായത് 1.5 കോടി ഒരു ഫണ്ട് മാത്രമാണ് 1.5 കോടി. അതെ, ഭാവി അതിന് വിപുലീകരണത്തിന്റെ സാധ്യത വെച്ചുകൊണ്ട് അവിടെ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തും. ഇങ്ങനെ തുടങ്ങി ബഹുമുഖ സാധ്യതകൾ ഒരു വർഷങ്ങളിൽ അവിടെ വരും. ശരിക്കും ഈ ഒരു ഇടനാഴി ഇല്ലേ, ഇപ്പോൾ സുവോളജിക്കൽ പാർക്ക് മുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് വരെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമ്മുടെ ഒരു അതെ ഇത് കഴിഞ്ഞാൽ കൊല്ലങ്കോട് നെന്മാറയിലേക്ക് ആളുകൾക്ക് പോകും. അപ്പോൾ ഒരു ഇടത്താവളം എന്ന രൂപത്തിൽ ഇത് ഉപയോഗിക്കാം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഒത്തുകൂടാൻ ഇപ്പോൾ ഒരുപാട് ആളുകൾ എല്ലാവരും ഇപ്പോൾ സൗഹൃദപരമായി ഒരു 4 ആൾ കൂടിയാൽ അപ്പോൾ ടൂർ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വർദ്ധിച്ചു. ഇപ്പോൾ വടക്കഞ്ചേരി ടൗൺ ആണെങ്കിലും ശിവരാമ പാർക്കുണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എവിടെ വരെ? ശിവരാമ പാർക്കിന് 1 കോടി രൂപയുടെ പദ്ധതിയുടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ഒരു കളിവൻ അവിടെ വെച്ച് കഴിഞ്ഞു. ഒരു കഷ്ടി 10-12 ലക്ഷം ഉൾപ്പെടെയാണ്. ബാക്കി കാര്യങ്ങളെല്ലാം വരുന്നു. ഏതാണ്ട് അതിൻ്റെ മുഖച്ഛായ മാറുന്ന രൂപത്തിൽ വടക്കഞ്ചേരി ടൗണിൻ്റെ കേന്ദ്രമാണ് ഈ ശിവരാമ പാർക്ക്. അപ്പോൾ അനുബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ ആൾറെഡി ടെൻഡറായി തിരുവനന്തപുരം ബേസ് ചെയ്തൊരു കമ്പനിയാണ്. അവർ 2.5 മാസത്തിനുള്ളിൽ വടക്കഞ്ചേരി ടൗണിൻ്റെ ഏറ്റവും ഹൃദയഭാഗത്തുള്ള ശിവരാമ പാർക്ക് മികച്ച നിലയിലേക്കുള്ള ആധുനികമായ വളരെ അഡ്വാൻസ്ഡായ ഒരു പാർക്കാക്കി മാറ്റും. ഇപ്പോൾ ഉള്ള ആ പഴക്കത്തിൻ്റെയും ആ ഒരു പ്രയാസത്തിൻ്റെയും എല്ലാമുള്ള ആ ഒരു പശ്ചാത്തലം പാടെ മാറാൻ വേണ്ടി ഒരു ആധുനിക തരത്തിലുള്ളൊരു കുട്ടികൾക്ക് വന്നിരിക്കാനും അതുപോലെ കുടുംബങ്ങൾക്കും വന്നിരിക്കാനുള്ളൊരു ടൗണിൻ്റെ കേന്ദ്രമാണല്ലോ അതിന് സാധിക്കും. എന്തായാലും ഒരുപാട് നന്ദിയുണ്ട്. ഏകദേശം നമുക്കിപ്പോൾ വാവുമലയിലെ പ്രൊജക്റ്റ് ഏകദേശം എത്ര കാലം കൊണ്ട്? വാവുമല 2026 ഒരു അടുത്ത ഓണക്കാലത്തോടു കൂടി അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ രൂപത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ശിവരാമ പാർക്ക് ഈ മാർച്ചോട് കൂടി പണി ഏതാണ്ട് പൂർത്തീകരിക്കും. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ 2 വിശേഷങ്ങളാണ്. വാവുമല ഒരു ടൂറിസ്റ്റ് മേഖലയാവാൻ പോവുകയാണ്. നമ്മുടെ പ്രദേശത്തുള്ളവർക്ക് എല്ലാവർക്കും വാവുമലയെക്കുറിച്ച് അറിയാം, അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടതില്ല. അതുപോലെ തന്നെ ശിവരാമ പാർക്കും. അപ്പോൾ എന്തായാലും ഒരു ചെറു വിവരണം തന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു. നമുക്കപ്പോൾ വാവുമലയുടെ താഴെ കുറച്ച് അമ്മമാരുണ്ട് ഇവിടെ തൊഴിലുറപ്പ് പണിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമസ്കാരം അമ്മ. എന്താണ് ഭക്ഷണം കഴിക്കാനല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? പണികളൊക്കെ എങ്ങനെയുണ്ട്? പണികളൊക്കെ സൂപ്പർ പണി. ഏരിയ എടുക്കലാണ് 10 മീറ്ററാണ് ഒരാൾക്ക്. അതെ. ഞങ്ങളെ ഈ വാവുമല ഒരു വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാവാൻ പോകും. അതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു, ഫോണിലൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് പറയുന്നു. അതല്ലേ, 1.5 കോടിയാണ് ആദ്യത്തെ ഇതാക്കിയിട്ട്. അപ്പൊ കുറെ ആളുകളൊക്കെ ആയിട്ട് സഹകരിച്ചു, വഴിയൊക്കെ വെട്ടി. അപ്പൊ ഈ മേഖലയൊക്കെ ഇനി ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരും. വരട്ടെ, അതല്ലേ വീട് എവിടെയാണ്? ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണല്ലേ? അപ്പൊ നിങ്ങൾക്കൊക്കെ എല്ലാവിധ ഒരു ചായക്കട തുടങ്ങിയാലും എന്ത് തുടങ്ങിയാലും ഇവിടെ പുരോഗമനം വരും. അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. സാധ്യത ഉണ്ട്. വരട്ടെ, എന്റെ മക്കൾ എല്ലാവരും വന്ന് സാധ്യത ആകട്ടെ. ഓക്കെ. അപ്പോ നമസ്കാരം. ഇവിടെ ഒരു വലിയൊരു വികസനം വരാൻ പോകണല്ലേ? ഇപ്പൊ നിലവില് നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് അതിന്റെ ഒരു ചടങ്ങുകളൊക്കെ നടക്കുന്നത്? ചടങ്ങ് പറഞ്ഞാൽ മാസത്തിൽ 2 പ്രാവശ്യം പ്രദോഷമുണ്ട്. അത് പുതുക്കോട്ടുനിന്ന് സ്വാമിമാര് വന്നിട്ട് പട്ടന്മാര് വന്ന് പൂജ കഴിക്കും. അപ്പൊ നിറയെ ആൾക്കാർ വരും. പുരോഗമനം വരട്ടെ. നമ്മുടെ ശിവഭഗവാൻ നിലവില് മാസത്തിൽ 2 പ്രാവശ്യം പൂജയുണ്ട്. പിന്നെ വർഷത്തിൽ 1 പ്രാവശ്യം ഇവിടെ വൃക്ഷപൂജ. അത് പട്ടന്മാര് പുതുക്കോട്ടുനിന്ന് പട്ടന്മാര് വന്നിട്ട് വൃക്ഷപൂജ, അന്നദാനം. അപ്പൊ ഈ നാട്ടില് ശരിക്കും ഇപ്പൊ ഈ അമ്പലവുമായിട്ട് കമ്മിറ്റി അങ്ങനെയൊക്കെ ഉണ്ടോ? കമ്മിറ്റി ഉണ്ട്. ആദ്യം പുതുക്കോട്ടുകാരായിരുന്നു കമ്മിറ്റി. ഇപ്പൊ ഇവിടെ ചല്ലിപ്പറമ്പിലുള്ള ആൾക്കാർ, ചേവക്കോട് അങ്ങനെയുള്ളവരാക്കിയാണ് കമ്മിറ്റി. ഒരാളല്ല, നിങ്ങളെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് നിങ്ങളൊക്കെ അതിൽ ഭാഗമാണോ? ഞങ്ങളൊക്കെ അതിൽ. അതല്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു വികസനം വരുമ്പോ ഇനി ഇവിടെ ഉള്ളവർക്കും അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാവുന്നതാണ് എല്ലാരും പറയണത്. അതല്ലേ. ഇവിടെ ഒരു വലിയൊരു ടൂറിസ്റ്റ് മേഖലയാവാൻ പോകും. നന്നായി. ഞങ്ങൾക്ക് നല്ലോണം നല്ല ഇത് ഭഗവാന്റെ അവിടെ നല്ലൊരു പ്രതിഷ്ഠയാകട്ടെ. ചെറിയൊരു ദൈവമായിരുന്നു, ഇപ്പൊ വലുതായില്ലേ. അപ്പൊ എല്ലാവരും വന്നിട്ട് അത് വലുതാവട്ടെ. നല്ല ഇവിടെ റോഡൊക്കെ വന്ന് അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾക്ക് സന്തോഷമാകട്ടെ. അപ്പൊ ഞങ്ങളുടെ ശല്യപ്പറമ്പ് മൊത്തം നേരാവട്ടെ. സർക്കാർ എത്രയോ കോടി പാസ്സായിട്ടുണ്ട്. 1.5 കോടിയോളം പാസ്സായിട്ടുണ്ട്. അപ്പൊ അവിടെ ഞങ്ങളുടെ അവിടെ എല്ലാവിടെയും ചല്ലിപ്പറമ്പിൽ പുരോഗമിച്ച് വരട്ടെ. അപ്പൊ എല്ലായിടത്തും ആൾക്കാരും ഇവിടുന്ന് വരും. പ്രദോഷം ഉണ്ടായിരുന്നു ഇന്നലെ. എല്ലാ വ്യാഴാഴ്ചയും പ്രദോഷമുണ്ട്. അപ്പൊ ആ ദിവസങ്ങളിൽ ഇവിടെ നല്ല പരിപാടി. എല്ലാ ദിവസവും
പൂജയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട്. വ്യാഴാഴ്ച ദിവസം പ്രദോഷമുണ്ട്. നല്ല പരിപാടിയാണ്. പട്ടന്മാരൊക്കെ വന്ന് പൂജ കഴിക്കുന്നുണ്ട്. നല്ല പരിപാടിയാണ് ഇവിടെ. പ്രിയ സുഹൃത്തുക്കളെ, വാവുമലയ്ക്ക് കുറച്ച് കയറ്റുണ്ട്, ഒരുപാട് പടികളുണ്ട്. അപ്പോൾ പടികൾ കയറി തന്നെ പോകണം. ഇവിടെ കുറച്ച് അമ്മമാരൊക്കെ ഉണ്ട്. നമ്മൾ താഴത്തുനിന്ന് അമ്മമാരെ പരിചയപ്പെട്ടു. നമസ്കാരം അമ്മമാരെ. എന്താണ് പണികളൊക്കെ കഴിഞ്ഞാ? ഭക്ഷണം കഴിച്ച്? അതല്ലേ, ഞങ്ങളെ വാവുമലയ്ക്ക് ഒരുപാട് ഫണ്ടൊക്കെ വന്ന് ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാവാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അതിനെ കാണണേ? സന്തോഷം ഉണ്ടാ? ഓ, സന്തോഷമൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലൊരു സ്ഥാപനം വരുന്നത് നല്ലതന്നെ. നമുക്ക് ഒരു കുഴപ്പമില്ല, നല്ല തന്നെ. അതല്ലേ, എന്താ ഒന്നുകൂടി പറഞ്ഞു? ഞങ്ങളുടെ ഭഗവാന്റെ അടുത്തേക്ക് വിദേശത്തുനിന്നൊക്കെ ആൾക്കാർ വരാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷമല്ലേ മൈനേ. ഞങ്ങൾ ഈ കാട്ടിന്റെ മൂലയിൽ ഇരുന്നിട്ട് ഭഗവാനും അതുപോലെ മൂലയിൽ കിടക്കുകയല്ലേ. അപ്പൊ എല്ലാവരും വരുന്നത് ഞങ്ങൾക്ക് സന്തോഷമാണ്. അതല്ലേ, നമ്മുടെ നാട്ടില് ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ ഏറ്റവും വലിയ ഭാഗ്യം. ഭഗവാന് നല്ല കാര്യം ചെയ്യും. എന്റെ വീട് വാണിയമ്പാറ. അതെ അതെ, അതിന്റെ അപ്പുറത്ത്. അതെ, ഇവിടെ ഇപ്പൊ എന്താ വരുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? ഇവിടെ ടൂറിസ്റ്റ് കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസ്റ്റ് കേന്ദ്രത്തിലുപരി ഈ അമ്പലം ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, പിന്നെ ബൈനോക്കുലർ നമുക്ക് അകലെ നിന്ന് കാണാനുള്ള ഒരു പിന്നെ അത് മാത്രമല്ല, ഇവിടേക്ക് ഒരു വണ്ടി വരുന്നൊരു വഴി കൂടി വരാൻ പോവാണ്. ഒരുപാട് ആളുകൾ സഹായിച്ചുകൊണ്ട് അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് സ്ഥലം കൈമാറിയിട്ടുണ്ട്. അപ്പൊ ഒരു വേറൊരു ലെവലിലാവാൻ പോവാണ്. അതെ, അവിടെ നിന്നാണെന്നാണ്, അത് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ എന്തായാലും വരട്ടല്ലേ പദ്ധതികള്, എല്ലാത്തിനും ഒപ്പം ഉണ്ട് അല്ലേ? ഇതൊരു 1.5 കയറ്റം തന്നെയാണ് കേട്ടോ വാവുമല. ഭക്തിസാന്ദ്രവുമാണ്, ആരോഗ്യപ്രദവുമാണ്. എന്തായാലും പലപ്പോഴും താഴെ വന്നിട്ട് ഇവിടേക്കൊന്നും കയറാൻ സാധിച്ചിട്ടില്ല. ഈ ഒരു നാടിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ് എൻ്റെ. എങ്കിൽ കൂടി ഞാനിവിടെ എത്തുന്നത് ആദ്യമായിട്ടാണ് പ്രിയ സുഹൃത്തുക്കളെ. വിജേട്ടാ എങ്ങനെയുണ്ട്? നമ്മള് പെരുമ്പാവൂർ കല്ലിൽ ഗുഹാക്ഷേത്രം, അതുപോലെ തൃക്കൂർ മഹാദേവ ക്ഷേത്രം, അതൊക്കെ പോലെ ഉള്ള ഭരതക്ഷേത്രമൊക്കെ പോലെ തോന്നുന്ന ഒരിടം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കാലത്തെ സംസ്കാരത്തിൻ്റെ ഇടങ്ങളായിരുന്നു എന്ന് വേണം പറയാൻ. ശരിക്കും അധ്വാനിക്കാതെ കയറാൻ പറ്റില്ല. ഇതേ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ടൂറിസം ഇവിടെ വികസിപ്പിക്കുന്നത്. എന്തായാലും ഇതുവരെ പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി പറയാണ്. കാരണം ഇത്രയും ഇടത്തിലേക്ക് സാധാരണഗതിയിൽ എത്താൻ പറ്റില്ല, അതിനുള്ള വഴി പോലും ഇല്ല. നിർമ്മിച്ചെടുത്തൊരു വഴിയാണ്. ശരി. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് വാവുമലയിലെ വിശേഷങ്ങളാണ് കണ്ടത്. ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖലയാക്കുമ്പോൾ ഇവിടെ കൈവരികൾ വെച്ച്, ലൈറ്റ് വെച്ച്, അതുപോലെ ഇവിടേക്ക് വരുന്ന വഴി ഉണ്ടാക്കുമെന്നാണ് ഇപ്പോൾ MLA പറഞ്ഞത്. അതായത് കുറേ ആളുകളുമായിട്ട് സഹകരിച്ചുകൊണ്ട് അതിന് വേണ്ട നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ലഭിച്ചേട്ടാ? അതെ, ഇതൊരു വളരെ സുന്ദരമായ, ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള, വിശ്വാസം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അത് അതിൻ്റെ തനിമതോടെ നിലനിർത്തി അത് അടുത്ത തലമുറയ്ക്ക് കൂടി എങ്ങനെ അത് പ്രയോജനപ്പെടുത്തും എന്നുള്ള രീതിയിലേക്ക് മാറുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഇപ്പോൾ ഇതുവരെ ഇവിടെ നമ്മൾ കണ്ട വികസനം, അത് ഇവിടേക്ക് കയറി വരാനുള്ള വഴിയൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്, അതിനെ പ്രവർത്തിച്ചവരെ നമ്മൾ ശരിക്കും നന്ദി പറയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇനിയുള്ള പ്രവർത്തനത്തിന് വലിയ ഒരു ഫണ്ടാണ് വകയിരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അത് ഏറ്റവും ഉപയോഗപ്രദമായ രീതിയിൽ മാറി വരുമ്പോൾ ഇതൊരു ഏറ്റവും ചരിത്ര പഠനം നടത്തുന്നവർക്ക് ഏറ്റവും പ്രധാനമായ ഇടവും, പിന്നെ നമ്മുടെ വിശ്വാസം പ്രകൃതിയും കൂടി ചേരുന്ന അതിമനോഹരമായ ഒരു ഇടം കൂടിയാണ്. അല്ലേ രാഹുലെ? തീർച്ചയായും ഇത് മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഒരു ആരാധനാ കേന്ദ്രം നിലനിർത്തിക്കൊണ്ട്, അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ അടുത്ത്
ടൂറിസം വികസിപ്പിക്കുക എന്നുള്ളതാണ്. ഏതോ കാലഘട്ടത്തിൽ നമ്മൾക്ക് ചിന്തകളെ കൊണ്ടുവന്ന് എത്തിക്കാൻ പറ്റുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നത്, അത് ഇത്രയ്ക്കും സംസ്കാര സമ്പന്നരായ ഒരു മനുഷ്യർ ഇത്രയും കൊത്തുപണിയൊക്കെ ചെയ്തത് നിർമ്മിക്കാനായിട്ട് കഴിവുള്ളവരുണ്ടായിരുന്നു എന്നുള്ളത് അത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇന്ന് ടെക്നോളജി, നമ്മുടെ മൈക്ക്, അതുപോലെ സംവിധാനം, ഇങ്ങനെയുള്ള ഒന്നുമില്ലാത്തൊരു കാലത്ത് വലിയൊരു സംസ്കാരം ഇവിടെ നിലനിന്നിരുന്നു എന്നുള്ളതും കേരളത്തിന് അതിൻ്റെ പൈതൃകം ഉണ്ട് എന്നുള്ളതും അത്ഭുതപ്പെടുത്തുന്ന സ്ഥലങ്ങൾ ഇത്തരം സ്ഥലങ്ങളാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്തായാലും ഇതിൻ്റെ വികസനത്തിന് എല്ലാവിധ ആശംസകളും. എന്തായാലും ഇത് ബിജു പവിത്ര, നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ഒരുപാട് വാർത്തകളിലൊക്കെ ആൾ വന്നിട്ടുണ്ട്. എന്തായാലും വടക്കഞ്ചേരിയുടെ വികസനത്തിന്, പാലക്കാടിൻ്റെ വികസനത്തിന്, അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയും പാലക്കാട് ജില്ലയും കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് വികസനം. ഇദ്ദേഹം വരുന്നത് സുവോളജിക്കൽ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അവിടെ ഒരു വേറെ തലത്തിലുള്ള ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സുവോളജിക്കൽ പാർക്കാണ് അവിടെ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അത്ഭുതമാണ്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ പഠനങ്ങൾ വന്ന് നിൽക്കുന്ന ഒരു ചിന്തകളുടെ അപ്പുറത്തേക്കാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഡിസൈൻ സൂ ആണ്. ജോൺ കോ എന്ന് പറഞ്ഞ ഓസ്ട്രേലിയൻ സൂ ഡിസൈനർ അല്ലെങ്കിൽ ക്യൂറേറ്ററാണ് അദ്ദേഹം വരച്ചു കൊടുത്ത അതേ രീതിയിലാണ് ഓരോരോ പ്രദേശങ്ങളെ നിർമ്മിച്ചെടുത്ത് അവിടെ മൃഗങ്ങൾക്ക്, നമ്മൾ പറയുന്നത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നല്ല എങ്കിലും ആ മൃഗങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ആവാസ വ്യവസ്ഥകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അതൊരു വളരെ പ്രത്യേകത. 12ഓളം വ്യത്യസ്തമായ ആവാസ വ്യവസ്ഥകൾ ജീവിക്കുന്ന വരയാടുകൾക്ക് ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതെ, ജനുവരിയിൽ അത് ഓപ്പൺ ചെയ്യുമെന്നാണ് മന്ത്രിയുടെ അറിയിപ്പ്. എല്ലാവർക്കുമായിട്ട് ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് ഒരു നിശ്ചിതമായിട്ടുള്ള സ്കൂൾ കുട്ടികൾക്കാണ്. അതെ, നാട് വികസിക്കുക, ചരിത്രം പഠിക്കുക എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ്. അതിന് ഇത്തരം കാര്യങ്ങൾ ഉപകരിക്കും എന്നുള്ളത് വലിയൊരു കാര്യം കൂടിയാണ്. എന്തായാലും ഏതൊക്കെ ഭരണങ്ങൾ വന്നാലും പോയാലും തുടങ്ങി വെച്ചതെല്ലാം പൂർത്തീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാമല്ലേ? ഞാൻ ബിജു പവിത്ര, രാഹുൽ വാണിയമ്പാറയുടെ കൂടെ വാവുമലയിൽ നിന്ന് ഞാൻ തന്നെ സൈൻ ഓഫ് പറയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.